ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കണക്കിലാക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വാർത്ത എന്നത് CPIയുടെ ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇന്ന് CPIയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗം ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ജില്ലാ തലത്തിൽ ഏതൊക്കെയാണ് സ്ഥാനാർത്ഥികളുടെ ഒരു സാധ്യതാ പട്ടികയൊക്കെ ആരായും അതിനോടനുബന്ധിച്ച് ഈ സംസ്ഥാന സമിതി തിങ്കളാഴ്ച ചേരും. അതിൽ ഈ ഫൈനലായിട്ട് അന്തിമമായിട്ട് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒരുപക്ഷെ ഈ 4 പ്രധാന ലോക്സഭാ മണ്ഡലങ്ങൾ CPIക്കായി മാറ്റിവെച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ 4ഉം ഒരു താരപദവി ഉള്ളതാണ്. സ്റ്റാർ കാറ്റഗറിയിൽ എല്ലാ മുന്നണികളും വിലയിരുത്തുന്ന മണ്ഡലങ്ങളാണ്. ഇതിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ CPIക്ക് ഒരുപാട് ദുഷ്പേരുള്ള ഒരു മണ്ഡലം കൂടിയാണെന്ന് നമ്മൾ ഒരുപക്ഷെ ഓർത്തെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പറയേണ്ടി വരും. കാരണം പെയ്ഡ് മണ്ഡലമാണ് എല്ലാ തവണയും CPIയെ സംബന്ധിച്ചിടത്തോളം. തിരുവനന്തപുരം കഴിഞ്ഞ നിരവധി തവണയായി ഈ പരാജയ ഒരു ചരിത്രം തന്നെ CPIയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു മണ്ഡലം. അതിൽ ശശി തരൂർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇനി NDAയുടെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കാനിരിക്കുന്നു. അതിൽ ഊഹാപോഹങ്ങളൊക്കെ ശക്തമാണ്. ഇനി ഈ CPIക്ക് ആ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഇപ്രാവശ്യം ആരെയായിരിക്കും ഇറക്കുക എന്നൊരു വലിയ ആശയക്കുഴപ്പം പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. പന്യൻ്റെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇനി വയനാട്ടിലേക്ക് എത്തുമ്പോഴും ഈ രാഹുലിനെതിരെയായുള്ള സ്ഥാനാർത്ഥി ആരായിരിക്കും, ആരെ നിർത്തും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ CPIക്ക് ഉള്ളിൽ നടത്തുന്ന ആനി രാജയുടെ പേര് അവിടെയും ഉയർന്ന് കേൾക്കുന്നുണ്ട്. ഇനി മാവേലിക്കരയിലും സ്ഥിതി വ്യത്യാസമല്ല. എന്തായാലും ഇവർക്ക് ഇതുവരെ ഒരു പേരിലേക്ക് അന്തിമമായി എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി തൃശ്ശൂർ ഏറ്റവും കൂടുതൽ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമാണ് എന്ന് ഇപ്രാവശ്യം വിലയിരുത്തുന്ന തൃശ്ശൂരിലും CPI ആരെ നിർത്തുമെന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പോഴും. CPI ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. 4 സീറ്റുകളാണ് അവർക്ക് LDFിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഈ 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള ചർച്ചകളാണ് നേരത്തെ ആരംഭിച്ചിരുന്നത്. അതിന്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് അന്തിമ തീരുമാനമൊക്കെ വരും ദിവസങ്ങളിലെ നേതൃയോഗത്തിലുണ്ടാകും. ഇന്നും അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കും. എന്നാലും തൃശ്ശൂരിന്റെ കാര്യത്തിൽ VS സുനിൽകുമാർ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം VS സുനിൽകുമാറിനെയാണ് തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നതെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് തൃശ്ശൂരിൽ VS സുനിൽകുമാർ മത്സരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തും വയനാടും സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് ഇനി അന്തിമ തീരുമാനമാകാനുള്ളത്. അത് തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രന്റെ പേര് ആദ്യം പരിഗണിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഒരു സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ഇനി കടക്കുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. അങ്ങനെയെങ്കിൽ പന്ന്യനെ അന്വയിപ്പിക്കാൻ കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയായേക്കും. മറ്റത് വയനാടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ ഒരു രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സാന്നിധ്യത്തിൽ ആനി രാജയെ തന്നെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമൊക്കെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇത് INDA മുന്നണിയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ അതും ഒരു തിരിച്ചടിയാകുമോ എന്ന കാര്യത്തിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആനി രാജ മത്സരിക്കുന്ന കാര്യത്തിലൊക്കെ തീരുമാനമാക്കാൻ വൈകും. ആനി രാജ ചിലപ്പോൾ തിരുവനന്തപുരത്തേക്കൊക്കെ മാറിയേക്കും. എന്തായാലും ഇത് സംബന്ധിച്ച് ഇന്നത്തെ യോഗത്തിൽ കാര്യമായ ചർച്ച നടക്കും. ഇതിൽ മാവേലിക്കരയിൽ അരുൺകുമാറിന്റെ AFI നേതാവ് അരുൺകുമാറിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. ഇതിൽ തൃശ്ശൂരും മാവേലിക്കരയും ഏകദേശം ധാരണയായിട്ടുണ്ട്. ഇനി തിരുവനന്തപുരവും വയനാടും ആരെന്ന കാര്യത്തിലാണ് ഇനി കൂടുതൽ വ്യക്തത വരേണ്ടത്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കും. തൃശ്ശൂരിൽ നേരത്തെ തന്നെ VS സുനിൽകുമാറിന്റെ പോസ്റ്ററുകളും ചുമരെഴുത്തുമൊക്കെ പ്രത്യക്ഷപ്പെട്ട സാഹചര്യവും പാർട്ടി നയമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു. എന്തായാലും തിരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം CPMന്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയും അത് സംബന്ധിച്ചുള്ള പട്ടിക പുറത്തുവരികയും ചെയ്ത സാഹചര്യത്തിൽ ഇന്നോ അടുത്ത ദിവസമോ തന്നെ CPIയുടെ സ്ഥാനാർത്ഥികളിലും ഒരു അന്തിമ ധാരണയാകാനാണ് സാധ്യത. വിശദമായ റിപ്പോർട്ട് നൽകിയത് ചന്ദ്രശേഖറാണ്.